എന്തിൻ്റെ പേരിലാണ് ഇവർ അറിയപ്പെട്ടത്, അല്ലെങ്കിൽ എന്ത് റോളാണ് ഇവർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, സമൂഹത്തിന് വേണ്ടി ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ആളുകളെല്ലാം കൂട്ടമായിട്ട് ഇവരെ ട്രോളുന്നതും വളരെ മോശമായിട്ടുള്ള കമന്റുകൾ, എന്തൊക്കെയായിരുന്നു ബഹളം, മാതൃകാ ദമ്പതികൾ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് വളരെ മോശമാക്കി സംസാരിക്കുന്നത് കേട്ടു. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ വീഡിയോ എടുത്തിട്ടാണ്, ഈ ജിജി എന്ന സ്ത്രീയുടെ വീഡിയോ എടുത്തിട്ടാണ് ഇവരൊക്കെ അങ്ങ് ട്രോളുന്നത്. ഇവരുടെ പല വീഡിയോകളും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇവർ സമൂഹത്തിന്റെ ഒരു ദോഷം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഇവരെ എല്ലാവരും സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയതായിട്ടുള്ള വാർത്തകളും ഒന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരുടെ പേരിൽ കേസുകളോ ഇവർ ഫ്രോഡുകളാണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഇവരെക്കുറിച്ച് ആർക്കും ആരോപണങ്ങളുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കിടയിൽ നടന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് പോലും അറിയാതെ അവരെ കുറ്റപ്പെടുത്താനും വളരെ മോശമായിട്ട് ട്രോളാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നത് ശരിയാണോ എന്നൊന്ന് ചിന്തിക്കണം. ഈ സ്ത്രീ തന്നെ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിലും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, പലതവണ വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയതാണ്, അതിൽ നിന്നൊക്കെ എങ്ങനെ മാറി ചിന്തിക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരാളെ മാറ്റാനല്ല, നമ്മൾ സ്വയം മാറാനാണ് ശ്രമിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം, കളയേണ്ടവർക്ക് കളയാം. എല്ലാ സൗഭാഗ്യങ്ങളും ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്, ക്ലാസ് എടുക്കണേന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. പിന്നെ അവരിങ്ങനെ മറ്റുള്ളവരെ ഒന്നിപ്പിക്കുന്നവരായിട്ട്, മറ്റുള്ളവർക്ക് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നവരായിട്ട്, എന്തുകൊണ്ട് അവർക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല നന്നായിട്ട്, എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും യുക്തിയുണ്ടോ? മനുഷ്യരല്ലേ, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാൽ സമ്പന്നമായ മനുഷ്യ മനസ്സ്, അതിസങ്കീർണമായ മനുഷ്യ മനസ്സ്, ഇതും പേറിയാണ് ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത്.